1999 ഏപ്രിൽ 17 ഒരൊറ്റ വോട്ടിന്റെ വില എന്താണെന്ന് ബി.ജെ.പിയും എ.ബി. വാജ്പേയിയും തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അന്ന്. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും ഓരോ പൗരനും എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് ഇന്ത്യ മുഴുവൻ അന്ന് മനസ്സിലാക്കി കാണും. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ സർക്കാരിന് ഒറ്റ വോട്ടിന് രാജ്യഭരണം നഷ്ടപ്പെട്ടത് ആ ദിവസമായിരുന്നു. 1998 പൊതു തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വൻ വിജയം നേടിയെങ്കിലും സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല. 543 അംഗ സഭയിൽ 182 സീറ്റാണ് അന്ന് ബി.ജെ.പിക്ക് ലഭിച്ചത്. 141 സീറ്റുമായി കോൺഗ്രസ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. CPM-ന് 32ഉം SP-ക്ക് 20ഉം RJD-ക്ക് 17ഉം CPI-ക്ക് 9ഉം സീറ്റുകൾ ഉണ്ടായിരുന്നു. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ജയലളിതയുടെ AIADMKയും നിതീഷ് കുമാറിന്റെയും ജോർജ് ഫെർണാണ്ടസിന്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന പഴയ സമതാ പാർട്ടിയും ബി.ജെ.പിയെ തുണച്ചു. AIADMKയ്ക്ക് 18ഉം സമതാ പാർട്ടിക്ക് 12ഉം എംപിമാരുണ്ടായിരുന്നു. സ്വതന്ത്രന്മാരുടെ വാജ്പേയി പ്രധാനമന്ത്രിയായി. എൻ.ഡി.എ സർക്കാർ അധികാരമേറുകയും ചെയ്തു. എന്നാൽ 13 മാസത്തെ ആയുസേ ആ സർക്കാരിനുണ്ടായിരുന്നുള്ളൂ. 96-ന് സമാനമായി വീണ്ടും ഒരു വലിയ പ്രതിസന്ധി വാജ്പേയിക്ക് മുന്നിൽ. 96-ൽ പുറത്തു നിന്നൊരു പാർട്ടിയും പിന്തുണ നൽകാത്തതിനാൽ സർക്കാർ രൂപീകരിക്കാൻ പോലും ആകാതെ വാജ്പേയിക്ക് നിരാശപ്പെടേണ്ടി വന്നെങ്കിൽ ഇത്തവണ വില്ലനായത് ജയലളിതയായിരുന്നു. ജനതാ പാർട്ടിയിലൂടെ ബി.ജെ.പിയിലെത്തിയ സുബ്രഹ്മണ്യൻ സ്വാമിയായിരുന്നു എൻ.ഡി.എ സർക്കാരിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്ന രഹസ്യവിവരം കോൺഗ്രസിന് നൽകുന്നത്. സോണിയാഗാന്ധിയെ നേരിൽ കണ്ടായിരുന്നു മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത്. പിന്നാലെ സ്വാമി സംഘടിപ്പിച്ച ഒരു ടീ പാർട്ടിയിലേക്ക് സോണിയയും ജയലളിതയും എത്തി. മുന്നണി മാറ്റ ചർച്ചകളിലേക്ക് നീണ്ട ചായ സൽക്കാരത്തിന് പിന്നാലെ ജയലളിത സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഈ പ്രഖ്യാപനം വാജ്പേയിയെ ഞെട്ടിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ DMK സർക്കാരിനെ താഴെയിറക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വാജ്പേയി കൂട്ടുനിൽക്കാത്തതാണ് അവരെ ചൊടിപ്പിച്ചത്. 18 എംപിമാരുണ്ടായിരുന്ന AIADMK പിന്തുണ പിൻവലിച്ചതോടെ ഒരിക്കൽ കൂടി വിശ്വാസ വോട്ടെടുപ്പ് നേരിടാൻ നിർബന്ധിതനായി വാജ്പേയി. നേരിയ ഭൂരിപക്ഷത്തിന് ഭരണം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു വാജ്പേയി. എന്നാൽ ഫലം വന്നപ്പോൾ വാജ്പേയിക്ക് ഞെട്ടലായിരുന്നു. വിശ്വാസം തെളിയിക്കാനായില്ല, അതും ഒരൊറ്റ വോട്ടിന്. 269-നെതിരെ 270 വോട്ടിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയം കാണുകയായിരുന്നു. ആരായിരിക്കും ബി.ജെ.പിയെ ചതിച്ച എംപിമാർ? അല്ലെങ്കിൽ വാജ്പേയിയെ വീഴ്ത്തിയ ആ ഒരൊറ്റ വോട്ടിന് പിന്നിലെ രാഷ്ട്രീയ കളി എന്താകും? ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയും പിടികിട്ടാതെ കിടക്കുന്ന ആ സമസ്യയുടെ ചുരുളഴിക്കുകയാണിപ്പോൾ NCP ആചാര്യൻ ശരത് പവാർ. അന്ന് കോൺഗ്രസിലായിരുന്ന പവാർ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. വാജ്പേയി സർക്കാരിനെ വീഴ്ത്തിയ ആ ചാണക്യ നീക്കത്തിന്റെ പിന്നിലെ പ്രമുഖൻ താനാണെന്നാണ് കഴിഞ്ഞ ദിവസം പവാർ അവകാശപ്പെട്ടത്. ഭരണപക്ഷത്ത് നിന്ന് ഒരംഗത്തെ സ്വാധീനിച്ച് വലയിലാക്കിയത് താനാണെന്നാണ് അവകാശവാദം. അന്ന് എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അവിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് 10 മിനിറ്റ് ഇടവേളയുണ്ടായിരുന്നു. ആ നിർണായക നിമിഷത്തിൽ ഒരു NDA MP-ക്ക് പിന്നാലെ ആയിരുന്നു അത്രേ പവാർ. അയാളെ ചാക്കിട്ട് പിടിക്കുകയായിരുന്നു ലക്ഷ്യം. പവാറിന്റെ ചാണക്യ തന്ത്രത്തിൽ അയാൾ വീഴുകയും സർക്കാരിനെതിരെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തെന്നാണ് പവാർ അവകാശപ്പെടുന്നത്. മാധ്യമപ്രവർത്തകൻ നീലേഷ് കുമാർ കുൽക്കർണിയുടെ സൻസദ് ഭവൻ ടു സെൻട്രൽ വിസ്ത എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു 2 പതിറ്റാണ്ടുകാലം ഉള്ളിലൊളിപ്പിച്ച ആ രഹസ്യം പവാർ പുറത്തെടുക്കുന്നത്. NDA സർക്കാർ നിലംപതിച്ചെങ്കിലും സഖ്യകക്ഷികളെ കൂട്ടി സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിനായില്ല. ഇതോടെ രാജ്യം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയും വൻ ഭൂരിപക്ഷത്തിന് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയായി വാജ്പേയിക്ക് 3ാം ഊഴം. കാലാവധി തീർക്കുന്ന ആദ്യത്തെ ബി.ജെ.പി സർക്കാരായും അത് മാറി.